നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബി.ജെ.പി. സംസ്ഥാന ശില്പശാല തൃശൂരിൽ സംഘടിപ്പിച്ചു. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റുന്ന തരംതാണ രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കായി നടത്തിയ ശില്പശാല മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ധാരാളം പണം അനുവദിക്കുന്നുണ്ട്. പലപ്പോഴും കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കേരളം തയ്യാറാകുന്നില്ല. ഒന്നുകിൽ പണം ഉപയോഗിക്കാതിരിക്കുക, മറിച്ചാണെങ്കിൽ വകമാറ്റി ചിലവഴിക്കുക, അല്ലെങ്കിൽ പേര് മാറ്റുക. ഇതാണ് കേരളത്തിന്റെ നയമെന്ന് കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. കേന്ദ്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെല്ലാം അത് തങ്ങളുടേതാണെന്ന് വരുത്തി തീർത്ത് അതിൻ്റെ രക്ഷാകർത്തൃത്വം പുതിർത്തും ഈ കേരള ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്ന വളരെ നിന്ദ്യവും നീചവുമായ തരംതാണ രാഷ്ട്രീയമാണ് ഇന്ന് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മോദി സർക്കാരിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി. സുധീർ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ദേശീയ സെക്രട്ടറി രോഹിത് ചഹൽ വിഷയാവതരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് A.N. രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തൃശൂർ.